ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90 സുവർണ വർഷങ്ങൾ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ആത്മസഖി ആകാശവാണി. ഇവിടെ ശ്രോതാക്കൾ ആകാശവാണിയെ എങ്ങനെയാണ് കേൾക്കുന്നത്, ആകാശവാണി എങ്ങനെയാണ് അറിയുന്നത് എന്ന് പറയുകയാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നാം പറയാറുണ്ട് കാഴ്ച മനോഹരമാണെന്ന്, ഉൾക്കാഴ്ച അതിമനോഹരമാണ്. അങ്ങനെ ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ കാണുന്ന, ശബ്ദങ്ങൾ കൊണ്ട് ലോകത്തെ അറിയുന്ന കെ വിജയകുമാരിയാണ് ഇന്ന് ആകാശവാണിയെ ആത്മസഖിയാക്കിയത് എങ്ങനെയെന്ന് നമ്മളോട് പറയാൻ വരുന്നത്. വിജയകുമാരി ഇപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുസാറ്റിലെ സെക്ഷൻ ഓഫീസറാണ്. ഇദ്ദേഹം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വനിതാ വിഭാഗം പ്രസിഡന്റ് കൂടിയാണ്. കൊച്ചിയിലൊക്കെ വന്നിട്ട് ഏതാണ്ട് 10-20 വർഷത്തിലേറെയായി. ഇദ്ദേഹം മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. അപ്പൊ നമുക്ക് കെ വിജയകുമാരിയുടെ ആകാശവാണി കഥകളിലേക്ക് പോകാം, ഓർമ്മകളിലേക്ക് പോകാം. വിജയകുമാരി, സ്വാഗതം. താങ്ക് യു. താങ്കൾ ഇങ്ങനെ ആകാശവാണിയുടെ പടികൾ കയറി വന്ന് നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ആദ്യമായിട്ടാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതെന്ന്. അപ്പൊ ആകാശവാണിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ആദ്യമായി ഇരിക്കുന്നുവെങ്കിലും ആകാശവാണിയുടെ പരിപാടികൾ വളരെ ചെറുപ്പത്തിലെ തൊട്ടേ കേട്ടു തുടങ്ങിയ ഒരാളാണ് അല്ലെ? തീർച്ചയായും. ഞാൻ എന്റെ ആകാശവാണിയോടൊപ്പമുള്ള യാത്ര തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. സത്യത്തിൽ എനിക്ക് റേഡിയോ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിലെ റേഡിയോ അവര് നല്ല ഒച്ചത്തിൽ വെക്കുമായിരുന്നു. ഇന്നത്തെ പോലെ അടച്ചുമൂടിയ റൂം അല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പണായി കിടന്നിരുന്ന പഴയ വീടുകളാണ്, ഓലപ്പുര ആയിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റും ഒരേ സമയത്ത്. അങ്ങനെയാണ് ഞാൻ റേഡിയോയെ ആദ്യമായിട്ട് ആസ്വദിച്ചു തുടങ്ങിയത്. അപ്പോ മലപ്പുറത്തെ ഒരു നയനമനോഹരമായ ഒരു ഗ്രാമം, വളാഞ്ചേരിയിലെ ഒരു ഗ്രാമം. അപ്പോ ആ ഗ്രാമത്തിൽ ഇതുപോലെ എവിടെന്നോ ഒഴുകി വരുന്ന റേഡിയോ വീജികളൊക്കെ സാഗൂതം ശ്രദ്ധിച്ച് ഒരു പെൺകുട്ടി. അപ്പൊ ഈ ഗ്രാമത്തില് ബാക്കിയുള്ള കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ സാധാരണ എന്തൊക്കെയായിരുന്നു അവിടെ വിജയകുമാരി കളിച്ചുകൊണ്ടിരുന്നതും അവിടെ ബാക്കിയുള്ള കുട്ടികളുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു ഇടപഴകിക്കൊണ്ടിരുന്നതൊക്കെ? എന്റെ കൂട്ടുകാരികളെ ഒന്നിനും എന്നെ മാറ്റി നിർത്തുന്നൊരു ഇതുണ്ടായിരുന്നില്ല. അവർ പ്രധാനമായിട്ടും കളിച്ചുകൊണ്ടിരുന്നത് കളം വരച്ചിട്ടുള്ള കക്ക് കളി എന്ന് പറയും. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പറയാന്ന് വിചാരിക്കുന്നു. അതെ, ഞങ്ങൾ അക്കുകളി എന്ന് പറയാറുണ്ട്. ഒരു പരന്ന അക്കിട്ടിട്ട് അല്ലെ ഓരോ കളം ചാടി പോണത്. അതിലെനിക്ക് ചില എക്സംഷൻ ഉണ്ടായിരുന്നു. വരയിൽ ചവിട്ടാൻ പാടില്ല എന്നാണല്ലോ. എനിക്ക് വരയിൽ ചവിട്ടാമായിരുന്നു. അങ്ങനെ എന്നാലും എന്നെ അതിന് മാറ്റി നിർത്തിയിരുന്നില്ല. പിന്നെ ഒളിച്ച് കളിക്കുക, ഒരു ആളെ എങ്ങനെ എണ്ണും, മറ്റുള്ളവരെല്ലാം പോയി ഒളിക്കും, അങ്ങനെയൊക്കെ ഞങ്ങള് അന്നത്തെ കാലത്ത് മരത്തിലൊക്കെ കയറി. ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഉൾക്കാഴ്ചയോടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഞാൻ മരം കയറിയെന്ന്. തീർച്ചയായും അന്നത്തെ കാലത്ത് മരം കയറാനും ഇന്നും അത് പറ്റും. പക്ഷെ അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതായത് ഒന്നിനൊന്നും മാറ്റി നിർത്താതെ സാധാരണ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് എന്റെ ജീവിതം ആരംഭിച്ചത്. തീർച്ചയായും അങ്ങനെ ഒരു കുട്ടിക്കാലം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെന്തോ ഒന്നിനും പറ്റില്ല, പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ നിന്ന് നമ്മൾ കുട്ടികളെ കണ്ട് പഠിക്കണം എന്ന് പറയും. കാരണം അവരെല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. അവരില് ജാതി മത വർഗ ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കളിക്കൂട്ടുകാരാണ്. അപ്പോ വളാഞ്ചേരിയിൽ അങ്ങനെ മരങ്ങളൊക്കെ കയറി നടന്ന് വയലുകളിലൊക്കെ ഓടി നടന്ന് അങ്ങനെ കളിച്ചുല്ലസിച്ച് നടന്ന വിജയകുമാരി അപ്പൊ ആദ്യമായിട്ട് ഈ ആകാശവാണി കേട്ട ഒരു കാര്യം പറഞ്ഞു. അന്ന് ഇങ്ങനെ കേൾക്കുമ്പോ എന്താ പാട്ടുകളായിരുന്നു ഇഷ്ടം? പാട്ടുകളായിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം എനിക്ക് സംഗീതം എന്ന് പറയുന്നത് ഞാൻ ശ്വസിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ അത് പോഷിപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നില്ല വീട്ടില്. ആ നാട്ടുംപുറത്ത് ഞാനൊരു ചെറിയ പാട്ടുകാരിയായിരുന്നു. ആണോ? എല്ലാ പരിപാടികൾക്കൊക്കെ സ്ഥിരം പാടുന്ന? വീട്ടിലാരേലും വന്ന എന്താ വീട്ടിൽ വിളിക്കുന്നത്? വിജയകുമാരി തന്നെയാണോ? അല്ല, കുഞ്ഞിമാളു എന്നായിരുന്നു വീട്ടിൽ വിളിച്ചിരുന്നത്. അപ്പൊ കുഞ്ഞിമാളു ഒന്ന് പാടൂ എന്ന് പറയുമായിരിക്കില്ലേ? കല്യാണ വീടുകളിലൊക്കെ പണ്ട് കോളാമ്പി മൈക്ക് വെച്ചിട്ട് വലിയ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അന്നൊക്കെ. 6-7 മണിയോടും കൂടി അത് അവസാനിപ്പിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ പോലുള്ള കലാകാരികൾക്കുള്ള സമയമാണ്. അന്ന് സ്ഥിരം പാടിക്കൊണ്ടിരുന്ന കുഞ്ഞുമാളുവിന്റെ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏത് പാട്ടായിരുന്നു? ഞാൻ പാടില്ല, പക്ഷെ പറഞ്ഞാൽ മതി. എന്തായാലും
ഊഞ്ഞാല ഊഞ്ഞാല എന്നുള്ളൊരു പാട്ട്, ഊഞ്ഞാല എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ഇത് തോന്നുന്നു പി സുശീലാമ്മയാണ് തോന്നുന്നത് പാടുന്നത്. എനിക്ക് ആ പാട്ട് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായി, അറിയാതെ മൂളിപ്പോയി. അപ്പൊ ഒരു ലൈനും കൂടെ മൂളിയിട്ട് ഊഞ്ഞാല ഊഞ്ഞാല. ശബ്ദം യാത്രയൊക്കെ കഴിഞ്ഞു വന്നായതുകൊണ്ട് ഇത്ര പോരാ. അതിന്റെ വരികളും അങ്ങനെയാണല്ലോ, നമുക്ക് അത് പാടാനേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പാട്ടിന്റെ ഒരു രചനാ രീതി. അങ്ങനെ ആ പാട്ടൊക്കെ പാടി ആളുകളെയൊക്കെ ഉല്ലസിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു അല്ലെ? തീർച്ചയായും. ഇപ്പൊ റേഡിയോയിൽ പല പരിപാടികൾ വരും. അപ്പൊ അന്നൊരു 8 വയസ്സുകാരിക്ക് ഇതെല്ലാം മനസ്സിലാവുമോ ഇതെല്ലാം കേൾക്കുമ്പോഴൊക്കെ? ഞാൻ അന്ന് കൂടുതലും ശ്രദ്ധിച്ചിരുന്ന ലളിത സംഗീത പാഠം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് ഒരുപാട് പാട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ NG രാധാകൃഷ്ണൻ സാറൊക്കെ മ്യൂസിക് നൽകി പഠിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബാലലോകം എന്ന് പറയുന്നത്, അത് കൂടെ കേൾക്കുമായിരുന്നു കുട്ടികളെ ഒരു കാലത്ത്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ മുതിർന്നു വന്നപ്പോ, കുറച്ചുകൂടെയൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്തേക്ക് വന്നപ്പോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു വനിതാ വേദി അല്ലെങ്കിൽ മഹിളാലയം എന്ന് പല സ്റ്റേഷനിലും അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്, മഹിളാലയം ഓർക്കുന്നുണ്ട്. അപ്പൊ അതിൽ വന്ന ചർച്ചകളൊക്കെയാണ് കൂടുതലും സംസാരിക്കാനായിട്ട്, നമ്മൾ നാട്ടുമ്പുറത്ത് കുട്ടികൾ കളിച്ച് വളരുന്നതിലുപരി സംസാരിക്കാനായിട്ടൊക്കെ നമ്മൾ ശരിക്കും അക്ഷരസ്ഫുടതയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെങ്ങനെയാണ് എന്ന് സംസാരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചത് ആകാശവാണിയിൽ നിന്നാണ്, ഈ ചർച്ചകൾ കേട്ടിട്ടും ഒക്കെ. പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംഗീതം അത്രമേൽ ഇഷ്ടമായിരുന്നു അന്നും. അതിലൊരു തമാശ ഉള്ളതെന്ന് വെച്ചാൽ എസ് ജാനകി അതുപോലെ യേശുദാസ് എന്ന് പറയുന്നത് മനസ്സിലാവില്ല. അപ്പൊ എസ് ദാസ് തന്നെ അന്ന് എനിക്ക് മനസ്സിലായിരുന്നത്. ചിലപ്പോ എല്ലാവരും സിംഗർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും അല്ലെ, എസ് ജാനകി എസ് ദാസ്. അങ്ങനെയാണ് ഞാൻ ആദ്യം ധരിച്ചിരുന്നത്. പിന്നെ വളർന്നു വന്നപ്പോഴാണ് അല്ലാതെ ഇങ്ങനെയാന്ന് പറഞ്ഞത്. ദാസേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു അന്ന്, ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നൊരു പാട്ട്. ഈ വരികളൊക്കെ എങ്ങനെയാ ഇങ്ങനെ നമ്മൾ അയലൊക്കത്തെ വീട്ടിൽ നിന്ന് കേട്ടതൊക്കെ ഓർത്ത് വെക്കണല്ലോ, എന്ത് ചെയ്തു ഇതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്തു? ഇതൊക്കെ ഇപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇതൊക്കെ. എന്റെ സ്മരണയിൽ ഒരു പക്ഷേ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന എല്ലാം പഴയ പാട്ടുകളായിരിക്കും. കാരണം പഴയ പാട്ടുകൾ നമ്മളോളം കാലം തന്നെ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഈ പുതുതായിട്ട് വരുന്ന പാട്ടുകൾ അപ്പൊ ഒന്ന് മൂളി പോകും, പിന്നീട് അത് ഓർക്കില്ല. അതുപോലെയല്ല പഴയകാല പാട്ടുകൾ. അപ്പൊ ഇതൊക്കെ കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റും നമുക്ക്. എന്തായാലും ഇപ്പൊ ലക്ഷാർച്ചന കേട്ടിട്ട് മടങ്ങി വരാം. ലക്ഷാർച്ചന കണ്ടു. അപ്പോ അവിടെ പറഞ്ഞു കളിക്കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ലൊരു കുട്ടിക്കാലമായിരുന്നു എന്ന്. അപ്പൊ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും. അപ്പൊ ഇവരുടെ കൂടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത്? സത്യത്തില് എല്ലാവരും പുസ്തകമൊക്കെ എന്താ പോലെ ബാഗില്ല, റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി മടക്കി കൊടയൊക്കെ ചൂടി പോകുമ്പോ റോഡ് വരെ ഞാൻ വരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ സങ്കടം, അവരെല്ലാവരും പോയി, പിന്നെ ഞാൻ ഒറ്റയ്ക്കായില്ലേ. അപ്പൊ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കുറെ കാലം വരെ അങ്ങനെയായിരുന്നു അന്ന്. പക്ഷെ ഞാൻ പഠിക്കാൻ പോകുന്ന ബ്രെയിൽ സിസ്റ്റം ആണെന്നൊന്നും അറിയില്ലായിരുന്നു അന്ന്. സ്കൂൾ എന്താണെന്ന് അറിയാത്ത കാലത്ത് പോലും ഞങ്ങൾ സ്കൂളായിട്ടൊക്കെ കളിക്കുമല്ലോ. കളിക്കുന്ന സമയത്ത് സ്കൂളും ടീച്ചറും കുട്ടികളും. അപ്പൊ അന്ന് എനിക്ക് ഈ പഴുത്ത പ്ലാവിൽ അങ്ങനെ ഈർക്കലി വെച്ച് ഒരുമിച്ച് കുത്തി വെച്ചിട്ട് അതിൽ എനിക്ക് എഴുതാൻ തന്നിരുന്ന ഒരു ഈർക്കലി ഇട്ടിരുന്നു ഓട്ടയിടാനായിരുന്നു. എന്റെ എഴുത്ത് അതായിരുന്നു. കുട്ടികൾ എത്ര ദീർഘവീക്ഷണമുള്ളവരാണല്ലേ. അന്ന് തന്നെ അവര് കളികളൊക്കെ എന്താണ് താങ്കൾക്ക് വേണ്ടി പ്രത്യേകം റൂളൊക്കെ മാറ്റി ഇതിലെഴുതുന്നതിന് വരും താങ്കൾ ഓട്ട ഇട്ടാൽ മതി. ശരി ശരി. അപ്പൊ അങ്ങനെ നമ്മള് പ്ലാവിലൊക്കെ എഴുതി അന്ന് ഈ വിദ്യാർത്ഥി എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പ്രൈമറി കാര്യമൊക്കെ കൂടെയുള്ള കൂട്ടുകാർ തന്നെ പറഞ്ഞു. അതാണ്. പിന്നെയാണ് ഞാൻ സത്യത്തിലെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഞാൻ ഓട്ടയിടുന്നത് തന്നെയാണ് ബ്രെയില് ആയത്. കുത്താണല്ലോ. അതെ അതെ. അവരത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല, അവരുടെ ഒരു ഭാവന ഒരിക്കലും ഇല്ല. കൊള്ളാം. അപ്പൊ ഏതാണ്ട് ഒരു 8ാം വയസ്സിലാണ് വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അങ്ങനെ സ്കൂളിൽ? നമുക്ക് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട് മങ്കടയിൽ, അതൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഒരു ദിവസം കാഴ്ചയില്ലാത്ത ഒരാളും കൂടെ സഹായിയും വീട്ടിൽ അന്വേഷിച്ച് വരികയാണ്. അപ്പൊ എന്താന്ന് ഞാൻ അവിടെ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. എന്നെയൊക്കെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോ അങ്ങനെ മങ്കട വള്ളിപ്പുറം എന്ന സ്ഥലത്തൊരു കാഴ്ചയില്ലാത്തവർക്കൊരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അഡ്മിഷൻ എടുക്കേണ്ട ആ ഒരു സമയമാണ്. അങ്ങനെ അവര് വന്ന് പേരൊക്കെ എഴുതിയെടുത്തു കൊണ്ടുപോയി. അച്ഛനോടും അമ്മയോടും കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പോയി അവര് അവിടെ അഡ്മിഷൻ തരികയാണ്. പിന്നെ ഒരു പുതിയൊരു ലോകത്തേക്ക് ഞാൻ മാറുകയാണ്. എല്ലാവരും കാഴ്ചയില്ലാത്തവരാണ് കുട്ടികൾ. അവർക്കൊക്കെ അവിടെ സ്ഥലം നല്ല പരിചയമാണ്, ഓടി നടന്ന്. ഞാൻ മാത്രമാണ് വരുന്ന ആളാണ്. അപ്പൊ അച്ഛനും അമ്മയും പരാമർശിച്ചുകൊണ്ട് ചോദിക്കണം, അവരുടെ പേരെന്താണ്, എന്തൊക്കെയാണ്, അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ ഒരു കർഷകനായിരുന്നു, കരുണാകരൻ. അമ്മ കല്യാണി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരാള് ഒരു
അന്ധവിദ്യാലയത്തിൽ നിന്ന് ഒരു കൗൺസിലർ വരുന്നു, താങ്കളെ അന്വേഷിച്ചു വരുന്നു അല്ലെ, ഒരു 8 വയസ്സുകാരെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയാണ്, ഇങ്ങനെ ഒരു സ്കൂളുണ്ട് ഇവിടെ ചേർക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ അവര് കൺവിൻസ്ഡ് ആയിരുന്നോ അങ്ങനെ മകളെ അവിടെ വിടുന്നത്? ആദ്യം അവര് സമ്മതിച്ചില്ല. ആദ്യം വന്ന സമയത്ത് പറഞ്ഞു വിട്ടില്ല. പിന്നീട് വീണ്ടും വന്നപ്പോഴാണ് പോകാൻ അയക്കാൻ സമ്മതം. അത് മാത്രമല്ല, അവര് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ അങ്കമാലി ടോണി ഫെർണാണ്ടസിന്റെ അടുത്ത് തന്നെ കണ്ണ് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, കണ്ണിന്റെ ഞരമ്പിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ സർജറി ചെയ്താലും രക്ഷപ്പെടില്ല, അതായത് കാഴ്ച കിട്ടില്ല. അത് പഠിക്കാൻ വിടാനായിട്ട് ഡോക്ടറും കൂടെ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധ്യമായത്. അങ്ങനെ എന്നെ സ്കൂളിൽ വിടുകയാണ്. അതൊരു മികച്ച ഒരു തീരുമാനമായി മാറുകയും ചെയ്തു. തീർച്ചയായും അന്ന് അത് ആ ഒരു തീരുമാനം അവരെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന്. അതെ, അത് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ വളരെ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ വൻ വഴിത്തിരിവുകളായി മാറുന്നത്. അപ്പൊ അങ്ങനെ മങ്കടയിലേക്ക് ചെല്ലുന്നു, പുതിയൊരു പരിസരം. അന്ന് വരെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം അന്തി ഉറങ്ങിയിരുന്ന ഒരാളാണ്. കളിക്കൂട്ടുകാരുടെ ഒപ്പം രാവിലെ ഒരു വേറൊരു ചിന്തയൊന്നും ഇല്ലാതെ അവരുടെ കളി ലോകത്തൊക്കെ ഇങ്ങനെ അർമാദിച്ച് നടന്ന ഒരാളാണ്. അപ്പൊ അവിടെ നിന്നും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്ലാസ് മുറിയുടെ ഹോസ്റ്റലിന്റെ ഒരു ചട്ടക്കൂടിലേക്ക് മാറുകയാണ്. അപ്പോൾ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, വളരെ ചെറുതുമാണല്ലോ, LP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അപ്പോ വൈകിട്ടൊക്കെ കരയോ, അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു? കരയില്ലായിരുന്നു, കൂട്ടുകാരികൾ തന്നെ എല്ലാവരും ഏതാണ്ട് ഇതേ പ്രായക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മാട്രൺ ടീച്ചറും നല്ല സ്നേഹമുള്ള ഒരു അമ്മയെ പോലെ തന്നെ ആയിരുന്നു. എന്തായിരുന്നു പേര്? വിലാസിനി. ഇപ്പൊ ആ വിലാസിനി ടീച്ചറും അവരുടെയൊക്കെ കൂട്ടായ്മയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ അവിടെ തന്നെ അവിടുത്തെ ഒരു അന്തേവാസിയാണെന്ന് മനസ്സ് ഉറപ്പിച്ചു. ആ സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിന്റെ ഒരു രീതി എങ്ങനെയാ പൊതുവെ? സ്കൂള് എന്ന് പറയുമ്പോൾ ഒരു വലിയ റൂമിൽ 2 ക്ലാസ് ആയിട്ടൊക്കെയാണ് നടത്തിയിരുന്നത്. കാരണം കുട്ടികൾ കുറവാണ്. അപ്പോൾ മാത്രമല്ല ഇങ്ങനെ ഉള്ളവരാണല്ലോ. പരിസരമൊക്കെ ഒരു കുന്നുംപുറത്താണ് ഈ സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പിന്നെ നടന്ന് ഞങ്ങൾ അതിന് പരിചയപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ മുക്കുമൂലയെല്ലാം അറിയാമായിരുന്നു. അധ്യാപകരൊക്കെ എന്ന് പറയും പോലെ നല്ല സ്നേഹം കരുതലൊക്കെ ഉള്ള അധ്യാപകരായിരുന്നു. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടുത്തെ ഒരു റുട്ടീൻ എങ്ങനെയാ? രാവിലെ നമ്മൾ എണീറ്റ ശേഷം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബെഡ് കോഫി ഉണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളിച്ചെല്ലാം റെഡി ആവണം. പത്രം വായന. 9 മണിക്ക് ബെല്ലടിക്കും. 10 മണി വരെ പത്രം വായന. 10 മണിക്ക് പിന്നെ ക്ലാസ് സാധാരണ സ്കൂൾ പോലെ തന്നെ. അവിടെ ബ്രെയിൽ ലിപിയിലാണല്ലോ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ അത് ആദ്യമേ ബ്രെയിൽ ലിപിയിലേക്ക് പഠിപ്പിക്കും, അതേ സാധാ ഭാഷ, അതിന്റെ ഒരു ഉച്ചാരണം അതൊക്കെയാണോ ആദ്യം നോക്കുന്നത്? ബ്രെയില് പഠിപ്പിക്കാനായിട്ട് ടീച്ചറല്ല സാറുണ്ടായിരുന്നു. അപ്പൊ സാറ് തന്നെ നമ്മള് ആദ്യം എനിക്ക് അത് തൊട്ട് നോക്കിയപ്പോഴൊക്കെ എന്റെ വിചാരം ഇങ്ങനെ കൈ പിടിച്ച് പഠിപ്പിക്കുകയായിരിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ചെന്നപ്പോഴാണ് ഡോട്ട്സ് ആണെന്ന് മനസ്സിലായത്. സാർ തന്നെയാണ് ആദ്യം മലയാള ഭാഷ ഉച്ചാരണവും ബ്രെയിൽ ലിപിയും പഠിപ്പിച്ചത്. അപ്പൊ അവിടെ നിന്നും പിന്നെ ഒരു നീണ്ട കാലയളവ് അവിടെയായിരുന്നല്ലോ, 10ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. ഇതിലൊക്കെ ആകാശവാണി അവിടെ ഉണ്ടാവുമല്ലോ, റേഡിയോ കേൾക്കാൻ അവിടെ അവസരം ഉണ്ടായിരുന്നോ? തീർച്ചയായും അവിടെ റേഡിയോ കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഞാൻ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു അവിടെ ചെന്നിട്ട്. അപ്പോ എനിക്കാണ് റേഡിയോ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ചാർജ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോ പവർഫുള്ളായി. ഇവര് ആളുകൾ പാട്ട് കേൾക്കണമെങ്കിൽ പിന്നെ വിജയകുമാരി വിചാരിക്കണം. 1 മണി മുതൽ 2 മണി വരെ അന്ന് ചലച്ചിത്രകാരൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മണിക്ക് റേഡിയോ നാടകം, തിങ്കളാഴ്ച ഓരോ ദിവസത്തും ഓരോ ആയിരുന്നു. അപ്പോൾ അതും കൃത്യം ആ സമയത്ത് എത്തി അത് ഓണാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് റേഡിയോ നാടകങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നത്. അപ്പോൾ റേഡിയോ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് എന്ന് തന്നെ ആണ് പറയാൻ, കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അന്ന് സ്കൂളിലൊക്കെ ഇരുന്നപ്പോ ചലച്ചിത്രഗാനങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ അതിന്റെ ഒപ്പമാണ് അല്ലെ ചലച്ചിത്രഗാനം കേൾക്കുന്നത്. ഈ 1 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്താണല്ലോ. അപ്പൊ ആ സമയത്ത് കേട്ട പാട്ടുകളിൽ ഓർത്തിരിക്കുന്ന ഏതാണ് ഒരു പാട്ട്? അന്ന് കത്തി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല, അവളുടെ രാവുകൾ. ആ പാട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു. റേഡിയോയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റേഡിയോയിൽ നമുക്ക് ഏത് പാട്ടാണ് അടുത്ത് വരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ മനസ്സിലോർത്ത പാട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കിട്ടും. ഇപ്പൊ ഇത് നമുക്ക് വിരൽത്തുമ്പിൽ പാട്ടെടുക്കാൻ ഇഷ്ടമുള്ള പാട്ട് അപ്പൊ തന്നെ കേൾക്കാന്നൊക്കെ ആയെങ്കിലും റേഡിയോയിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അന്ന് അത് മാത്രമല്ല, ആകെ ഉണ്ടായിരുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് റേഡിയോയുടെ മാത്രമായിരുന്നു. TV ഒന്നും അത്ര പ്രചാരത്തിൽ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. TV ഒന്നും വന്നിട്ടുണ്ടായിരുന്നു, ദൂരദർശനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. റേഡിയോ തന്നെ വലിയ വലിയ വീട് നമുക്ക്
അങ്ങനെയുള്ള സങ്കല്പം. റേഡിയോ ഉള്ളവന്മാര് വലിയമാരെന്നാണ് അവരുടെ വീടുകളിലാണ് ഉണ്ടായിരുന്നത്. അത്ര ചിലപ്പോ അന്ന് ലൈസൻസും ഉണ്ടായിരുന്നു. ലൈസൻസും വെക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു കാലമായിരുന്നു. ഇപ്പൊ റേഡിയോ ഉള്ളത് നല്ല ഒരു ഇതാണ്. അപ്പൊ അവിടെ എല്ലാവരും മറ്റുള്ള വീടുകളിലൊക്കെ ഈ നാടകങ്ങൾ ആസ്വദിക്കാനായിട്ടാണെങ്കിലും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായിട്ടാണെങ്കിലും വാർത്തകൾ, എല്ലാ പ്രധാന വാർത്തകളും അറിഞ്ഞിരുന്നത് ആകാശവാണി വഴിയായിരുന്നു. സ്കൂൾ കാലഘട്ടത്തില് വാർത്തകൾ കേൾക്കുമായിരുന്നു ആകാശവാണിയിൽ? തീർച്ചയായിട്ടും. രാവിലത്തെ പ്രാദേശിക അന്ന് 6:50 ഇപ്പൊ 6:45 6:50 പ്രാദേശിക വാർത്ത. അത് കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വയ്ക്കാൻ പറ്റില്ല, വൈകുന്നേരം 6:25 പ്രാദേശിക വാർത്ത. ഈ 2 വാർത്തകളുമായിരുന്നു കേട്ടിരുന്നത്. അവിടെ നമ്മള് ഹോസ്റ്റലിൽ ഏതാണ്ട് നീണ്ട ഒരു 10 വർഷത്തോളം അവിടെ അല്ലെ 10ാം ക്ലാസ് വരെ അവിടെ ആ സ്കൂളിൽ ചെലവഴിച്ചതിന് ശേഷം കൊച്ചിയിലേക്ക് വരികയാണ്, പ്രീ ഡിഗ്രി കാലഘട്ടം. അപ്പൊ അതിലും വലിയൊരു പറിച്ചുതണ്ടലാണല്ലോ അല്ലെ. നമ്മളൊരു അവിടെ 2 ഗ്രാമത്തിൽ മലപ്പുറം പോലൊരു സ്ഥലത്ത് നിന്നും എറണാകുളത്തെ കൊച്ചി എന്ന വലിയ വൻ പട്ടണത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് ഞാൻ കൊച്ചിയിൽ വരാന്നൊക്കെ? ഞാൻ SSLC കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ അഡ്മിഷന് വേണ്ടി 5 കോളേജിൽ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് വന്നത് മഹാരാജാസ് കോളേജിൽ നിന്നാണ്. അല്ല, കൊച്ചി പ്ലാനിലുണ്ടായിരുന്നു അതെയോ അവിടെ കോഴിക്കോട്? എന്റെ ഫ്രണ്ട്സ് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇവിടെ ഒക്കെ നിർബന്ധം കൊണ്ടാണ് മഹാരാജാസ് കോളേജിൽ അപ്ലൈ ചെയ്തത്. അവര് പറഞ്ഞു അല്ലെ നല്ല കോളേജാണ്, ഇങ്ങോട്ട് വരൂ, എല്ലാ സൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിചാരിച്ച കോളേജിൽ തന്നെ ആദ്യം തന്നെ കിട്ടി. അങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുത്തു. ഒരു എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ 2 സബ്ജക്റ്റിനാണ് എനിക്ക് കിട്ടിയത് അഡ്മിഷൻ. അത് ഞാൻ തന്നെ അവസാനം കൂടുതൽ എന്റെ ഫ്രണ്ട്സ് പൊളിറ്റിക്സിലായത് കാരണം അത് തന്നെ എടുക്കുകയായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. അതെ. എങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ മഹാരാജാസിലേക്ക് വന്ന ആദ്യ ദിനം ഓർമ്മിക്കുന്നുണ്ടോ? കോളേജിലേക്ക് കടന്നു വരുന്നു, നവാഗതർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബാനറും ബഹളവും ആളുകളും അല്ലെ, രാഷ്ട്രീയ പാർട്ടിയിൽ ക്യാൻവാസിങ്ങിനായിട്ടുള്ള കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് മഹാരാജാസിലേക്ക് കടന്നു വന്ന ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു സത്യത്തിലൊരു പേടിയാണ് തോന്നിയത്. കോളേജിനെ കുറിച്ച് നമുക്ക് ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നത് ബോയ്സ് ഇങ്ങനെ ഗേൾസിനെ കൂടെ വന്ന് ശല്യം ചെയ്യും, കളിയാക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. റാഗിങ് പേടിയൊക്കെ ഉണ്ടാവൂല്ലോ. എന്നിട്ട് എങ്ങനെയായിരുന്നു? അങ്ങനെ ധാരണകൾ തെറ്റുകയാണോ ചെയ്തത്? അതെയോ? അത് തെറ്റി, ധാരണയൊക്കെ തെറ്റി. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, തിക് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഞങ്ങള് കോളേജില് ഞാൻ ഒരുമിച്ച് പഠിച്ച പറഞ്ഞാൽ അറിയാവുന്നത് ബിജു നാരായണൻ, അതുപോലെ ടിനി ടോം, ഇതൊക്കെ ഞാൻ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കലാകാരന്മാരാൽ സമ്പുഷ്ടമായ ഒരു ക്യാമ്പസ് ജീവിതമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അവിടെ പോയി പാട്ടൊക്കെ പരീക്ഷിച്ചോ? ഞാൻ കോളേജില് പ്രോഗ്രാമിന് പങ്കെടുക്കില്ല, പക്ഷെ ഹോസ്റ്റൽ ഡേ ഉണ്ട് ഞങ്ങൾക്ക്. ലേഡീസിന്റെയും ബോയ്സിന്റെയും ഒരുമിച്ചാണ് ഹോസ്റ്റൽ ഡേ നടത്തുക. ആ പ്രോഗ്രാമിന് പാടുമായിരുന്നു. ആണോ? അന്ന് ഏത് പാട്ടാ പാടിയത്? ലളിതഗാനാണ് പാടിയത്. അത് ആകാശവാണി ലളിതഗാനമായിരുന്നു. ആകാശവാണി, തീർച്ചയായിട്ടും. ആകാശവാണിയാണല്ലോ സംഗീതത്തിന്റെ ഗുരു. അപ്പൊ അന്ന് അത് കേട്ടിരുന്നു, അന്ന് അത് കേട്ട് എഴുതി പഠിച്ചു. എറണാകുളത്ത് വന്നപ്പോ കോളേജ് കാലഘട്ടത്തില് ഹോസ്റ്റലിലാണ് താമസം. കൂട്ടുകാര്, ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരുമായിട്ട് ഒരുമിച്ചാണല്ലോ. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധം? ഈ മഹാരാജാസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് റേഡിയോ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കാരണം റേഡിയോ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല, ഹോസ്റ്റലിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കൂടെ കൊണ്ടു നടക്കാനും പാടില്ലായിരുന്നു, പഠിക്കാനുള്ള ഒരു ഇതുകൊണ്ട് അത് അനുവദിച്ചിരുന്നില്ല. പിന്നെ ഡിഗ്രിക്കൊക്കെ വന്നപ്പോൾ, പ്രീ ഡിഗ്രി കാലത്ത് പാടില്ല, ഡിഗ്രിക്ക് വന്നപ്പോൾ നോട്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തന്നിട്ട് അധ്യാപകര് അത് കേട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം വന്ന സൗകര്യം കിട്ടിയപ്പോ എനിക്ക് റേഡിയോ കിട്ടി. റേഡിയോയും ടേപ്പ് റെക്കോർഡും കൂടി ഉള്ളായിരുന്നു. അപ്പൊ അന്ന് എങ്ങനെയാ PDC കാലത്ത് എങ്ങനെയാ ഇത് റെക്കോർഡ് ചെയ്യുമായിരുന്നു? അന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ഒരു റൂമിൽ ഞങ്ങൾ 5 പേരാണ്. ഒരാള് വിഷ്വലി ആയിട്ടുള്ള ആളും മറ്റുള്ളവർ 4 പേരും നോർമലാണ്. അപ്പൊ അവര് വായിച്ചു തരും, ആരെങ്കിലും ഒരാൾ വായിച്ചു തരും. നമ്മൾ ബ്രെയിൽ എഴുതിയെടുത്താണ് പഠിച്ചിരുന്നത്. ഇത് ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരാൾ നോട്ട് വായിച്ചു തരുന്നു, ഒരാൾ ബ്രെയിലിലേക്ക് അത് മാറ്റം ചെയ്യുന്നു. അങ്ങനെയായിരുന്നു. ഡിഗ്രി PDC കഴിഞ്ഞ ഡിഗ്രിയിലേക്ക് വന്നപ്പോ നമ്മൾ ടേപ്പ് റെക്കോർഡറായിട്ട് കാസറ്റില് സാർമാര് കൊണ്ടുപോയി റെക്കോർഡ് ചെയ്ത് തരും. ഓ ശരി. അവര് റെക്കോർഡ് ചെയ്തായിരുന്നു, നമുക്കത് മുറിയിൽ പോയിരുന്ന് കേട്ട് പഠിച്ചാൽ മതി. അപ്പോ പിന്നെ റേഡിയോ കൈപ്പിടിയിൽ ഒതുങ്ങി. നേരത്തെ ലളിതഗാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഓർത്തിരിക്കുന്ന ലളിതഗാനം നമ്മുടെ MG രാധാകൃഷ്ണൻ സാർ ഘനശ്യാമ സന്ധ്യാനേരം. അത് ലളിതഗാന പാട്ടിലും വന്നിട്ടുള്ള നല്ലൊരു പാട്ടായിരുന്നു.
അപ്പോൾ മഹാരാഷ്ട്ര തന്നെ പിന്നെയും ഡിഗ്രി PDCക്ക് ശേഷം ഡിഗ്രി ചെയ്യുന്നു, അതിനുശേഷം PGക്കും ജോയിൻ ചെയ്യുന്നു. അതെ, അപ്പൊ ഒരു 6 വർഷം എന്ന് പറയുമ്പോൾ ഒരു നീണ്ട നീണ്ട കാലയളവാണല്ലോ. കാലയളവാണ്. മഹാരാജസിന് ശരിക്കും മഹാരാജസിനോട് ഒത്തിരി അടുപ്പം ഉണ്ടാവുമല്ലോ ആ സമയം കൊണ്ട്. ഒരുപാട് PG ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. PG മലയാളമാണ് എടുത്തിരുന്നത്. എനിക്ക് വായന വല്ലാതെ ഇഷ്ടമായിരുന്നു. അപ്പോൾ വായിക്കുകയും അന്നൊക്കെ ചെറിയ തോതിൽ എഴുതുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അത് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ കുട്ടികളും കുടുംബമൊക്കെ ആയപ്പോ എല്ലാത്തിനും കൂടെ സമയം തയ്യാതെ വന്നു. ഈ മഹാരാഷ്ട്രയിൽ പോയി കഴിയുമ്പോ അവിടെ കോളേജ് ലൈബ്രറി ഉണ്ട്. ഇപ്പൊ വായന എങ്ങനെയാ വളർന്നത്? വായന ഞാൻ ഫ്രണ്ട്സിനായിട്ട് ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കും, ഹോസ്റ്റലിൽ വന്ന് വായിക്കും. അപ്പൊ ആരെങ്കിലും വായിച്ചു തരും. അവരും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അതെ, അങ്ങനെ വായിക്കാം. ആരൊക്കെയായിരുന്നു ഇഷ്ട എഴുത്തുകാരൊക്കെ? അന്ന് ഞാൻ കൂടുതലും വായിച്ചിരുന്നത് MTയുടെ നോവല്, പിന്നെ C രാധാകൃഷ്ണൻ, OV വിജയൻ, ഈ 3 പേരുടെയും കഥകളാണ് തേടി പിടിച്ച് വായിച്ചിരുന്നത്. ആരായിരുന്നു ഈ വായനക്കൂട്ടുകാരി? വായനക്കൂട്ടുകാരി ഒരു രഞ്ജിനി ഉണ്ടായിരുന്നു, ഈ വല്ലാർപാടത്തുള്ള രഞ്ജിനി, പിന്നെ പെരുമ്പാവൂരുള്ളൊരു മല്ലിക, രണ്ടുപേരും വായിച്ചു തന്നിരുന്നു. അവരും പയ്യെ MTയുടെയും രാധാകൃഷ്ണന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കാനും അറിയാനൊക്കെ തുടങ്ങി. അതെ, അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആകാശവാണിയിലൂടെ ആദ്യം കേട്ട നോവല് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള നോവലായിരുന്നു. ഇനി ഞാൻ ഉറങ്ങട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ പാണ്ഡവപുരം, അത് കൊച്ചി ആകാശവാണി നാട്ടോ കേട്ടത്. പാണ്ഡവപുരം, അഗ്നിസാക്ഷി, അങ്ങനെ ഒരുപാട് നോവലുകൾ ഈ നമ്മുടെ ആകാശവാണിയിൽ തന്നെ വായിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കൊച്ചി ആകാശവാണിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കൂടുതലും കേട്ടുകൊണ്ടിരിക്കുക കോഴിക്കോട് നിലയവും തൃശ്ശൂർ നിലയവും തിരുവനന്തപുരം നിലയും. ആ കാലത്ത് കോഴിക്കോടും തൃശ്ശൂരായിരുന്നു ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നത് അവിടെയൊക്കെ. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്നേ പിന്നെയാണ് ആകാശവാണി കൊച്ചി കേട്ടു തുടങ്ങിയത്. ഇപ്പൊ ആ മാറ്റം എങ്ങനെ തോന്നി? ഇവിടെ വന്നപ്പോ ഇത് FM കേരളത്തിലെ ആദ്യത്തെ FM നിലയായിരുന്നു കൊച്ചി FM. നമ്മൾ 90കളിലാണ് സ്ഥാപിതമായത്. ഈ റേഡിയോ ആണ് അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. ടൈം അഡ്ജസ്റ്റ് ചെയ്യണത് റേഡിയോ കേട്ടിട്ടാ. ഓരോ പ്രോഗ്രാമിനും ടൈം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് ഇത്ര സമയമായി, ഇനി ഇത്രയേ ഉള്ളൂ ഓഫീസിൽ പോകാന്നുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ചെയ്തിരുന്നത്. റേഡിയോ ആണ് സമയം നോക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ 8:30, 9:30 അങ്ങനെ ഒരു ടൈം ലിമിറ്റഡ് ആണല്ലോ. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ക്ലോക്കുകളൊക്കെ അപ്ഡേറ്റ് ആയി പോകുന്നത് അല്ലേ? സമയം നോക്കേണ്ട ആവശ്യമില്ല, കേട്ട് തന്നെ നമുക്ക് സമയത്തിന്റെ ഒരു കണക്ഷൻ വരും. അതെ. അപ്പൊ ഇവിടെ നിന്ന് പിന്നെ PG കംപ്ലീറ്റ് ആവാതെ ഒരു തൊഴിൽ ആവശ്യത്തിനായി തിരുവനന്തപുരത്തേക്ക് യാത്ര വന്നു. വീണ്ടും അടുത്ത യാത്ര. അവിടെ ജോലി സ്ഥലത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ജോലി ചെയ്യാൻ LMS ഹോസ്റ്റലായിരുന്നു താമസം. രാവിലെ അവിടുന്ന് 9 മണിക്ക് ഓഫീസിലെത്തണം, 5 മണി വരെ ഉണ്ട്. അന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. റേഡിയോ ഇത്രയും കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്, ഓർമ്മ വെച്ച കാലം മുതൽ റേഡിയോ കേൾക്കുന്ന. എന്റെ ശബ്ദം ഒന്ന് റേഡിയോയിൽ കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അവിടെ തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് പോകാനോ എന്തെങ്കിലും പരിപാടി? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം. പക്ഷെ അത് വിളിച്ച ടൈം നമുക്ക് ആ ഒരു സ്യൂട്ടബിൾ അല്ലാത്തൊരു ടൈം ആയിരുന്നു തന്നത്. അന്ന് റെക്കോർഡിങ്ങിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു മോഹം പൊലിഞ്ഞുപോയി. അതെ, പക്ഷെ ആ മോഹം കൂടുതൽ അല്ലെ ആർജവത്തോടെ ഇപ്പൊ നിറവേറുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് എനിക്ക്. അന്ന് അങ്ങോട്ട് അന്വേഷിച്ചപ്പോ കിട്ടിയില്ല. പക്ഷെ ഇതിപ്പോ ആകാശവാണി താങ്കളെ തേടി തിരികെയാണ്. അപ്പൊ ആദ്യമായിട്ട് ജോലി കിട്ടി, അവിടെ ശമ്പളക്കാരിയാവുന്നു. കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. റേഡിയോ വാങ്ങിക്കണം എന്ന് തോന്നി. ആദ്യം തന്നെ ചെയ്തത് ഞാൻ റേഡിയോ വാങ്ങിക്കുകയാണ്. സ്വന്തമായി എനിക്ക് റേഡിയോ വാങ്ങിക്കാൻ ഞാൻ ചെയ്തത്. നമ്മൾ ഈ റേഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരോടും പറയും, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. ചില പ്രോഗ്രാമുകളിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കേണ്ടതാണ് എന്ന് പറയും. കാരണം ആളുകൾ ഇത് അറിയാതെ പോകുന്നു എന്നുള്ള ഒരു വിഷമം നോക്കുന്നുണ്ടാവും. റേഡിയോ എന്ന് പറയുന്നത് വിനോദം മാത്രമല്ലല്ലോ, വിജ്ഞാനവും കൂടിയാണ്. ഇപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ ജനറൽ നോളജിന്റെ ഇപ്പൊ വലിയ നോളജ് ഉണ്ട് എന്നല്ല, പക്ഷെ ഒരു കാലത്ത് എന്റെ നോളജിനെ വളരെയേറെ വളർത്തിയത് ആകാശവാണിയിലെ യുവാണി വിഭാഗത്തിൽ നടന്നിരുന്ന ക്വിസ് പ്രോഗ്രാമാണ്. എല്ലാ പ്രോഗ്രാമും ഞാൻ അത് മുടങ്ങാതെ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സംസാരിക്കാനൊക്കെ. ഒരു സബ്ജക്ട് തന്നിട്ട് 1 മിനിറ്റ് തെറ്റാതെ റിപ്പീറ്റ് ചെയ്യാണ്ട് സംസാരിക്കുന്ന ഒരു ആകാശവാണിയാണ് ആദ്യം കൊണ്ടുവന്നത്. ഒരു നിമിഷം, അതെ, മലയാളത്തിൽ തന്നെ സംസാരിക്കണം, മലയാളത്തിൽ രണ്ടാമത് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു വിഷയം തന്നിട്ട് പ്രസംഗം എന്താണെന്നുള്ളതും പഠിക്കാൻ നമുക്കത് വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആകാശവാണി നമുക്ക് ഓരോ വിഷയം തരികയാണല്ലോ, ആ വിഷയത്തെ അധികരിച്ചാണ് നമ്മളവിടെ സംസാരിക്കേണ്ടത്. അതിനാണ് ആകാശവാണി പരിശീലനം കിട്ടിയിട്ടുള്ളത് എനിക്ക്. കാരണം കാട് കയറി സംസാരിക്കാൽ ആ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കണമല്ലോ സമയത്തിനുള്ളിൽ. നമ്മുടെ ഈ 1 നിമിഷം എന്നുള്ളത് പരിപാടി കേൾക്കുന്നത് അതിനൊരു വ്യായാമമായിട്ട് മാറി. അതെ.
അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നു, കൊച്ചി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. അപ്പൊ തിരിച്ച് നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കൊച്ചിയിൽ വന്നപ്പോ വലിയ സന്തോഷമായി. ചെറിയൊരു ഇടവേള ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും തിരിച്ചു വന്നപ്പോ വലിയ സന്തോഷം. പിന്നെ എനിക്ക് കൂടെ റേഡിയോ ഉണ്ടല്ലോ. ഇപ്പോ എങ്ങനെയാ ആകാശവാണിയിൽ എന്ത് തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് കേൾക്കാറ്? എന്തൊക്കെ പരിപാടികളൊക്കെയാണ് ഇഷ്ടം? ഞാൻ രാവിലെ സുഭാഷിതം മുതൽ വെക്കും. വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന ആ ഒരു സമയം വരെ FM മോർണിംഗ് അതിന്റെ 10 മണിയാകുമ്പോൾ 9:45 ആകുമ്പോൾ ആണ് ഇറങ്ങുന്നത്. അപ്പൊ അതുവരെയുള്ള എല്ലാ പ്രോഗ്രാമും കേൾക്കും. പ്രത്യേകിച്ച് ഇഷ്ടമെന്ന് പറയുന്നത് നോവൽ വായന. അത് നല്ലൊരു ഇതാണ്. കാരണം ഒരു കാലത്ത് ഈ റേഡിയോ തുടങ്ങി, അതായത് ആദ്യ കാലങ്ങളിലൊന്നും ഈ കാഴ്ചാപരിമിതർക്ക് വായന അപ്രാപ്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അന്ന് ആകാശവാണി അത് വലിയൊരു ഉപകാരം. ഞാൻ ഈ നോവൽ വായിച്ചു കേട്ടെ, CP രാജശേഖരൻ സാറില്ലേ, സാറ് വായിക്കുന്ന ഒരു നോവലെ കേട്ട് ഞാൻ കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആകാശവാണി കത്തൊക്കെ പലപ്പോഴും ആകാശവാണി എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നേർവഴി എന്നുള്ള പേരിൽ വേറൊരു മാധ്യമത്തിൽ അങ്ങനെ ഒരു പരിപാടി കാണില്ല. അങ്ങനെ കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് എയർ ടൈം മാറ്റിവെച്ച് അവരിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന ആളുകളെ ബാക്കിയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി. അതൊക്കെ ഇപ്പൊ താങ്കൾ ഫെഡറേഷന്റെ കൂടെ ഒരു വളരെ ആക്റ്റീവ് പ്രവർത്തക കൂടി ആയതിനാൽ പറയണ, എങ്ങനെയാണ് ബാക്കിയുള്ളവർ ആകാശവാണി കേൾക്കുന്നത്? ഫെഡറേഷനിലുള്ളവരോട് തന്നെ സംസാരിക്കാറുണ്ട്, പുതു അംഗങ്ങളോടൊക്കെ പറയാറുണ്ട് റേഡിയോ കേൾക്കണം, എന്തുകൊണ്ട് കേൾക്കണം? അങ്ങനെ കാഴ്ചാപരിമിതര് പൊതുവെ റേഡിയോ ആസ്വദിക്കുന്ന ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെയും കൂടെ റേഡിയോ ഉണ്ടാവും. ഇനി അഥവാ റേഡിയോ കൊണ്ടു നടക്കാൻ സൗകര്യമില്ലാത്ത, ഇപ്പം മൊബൈലിലൊക്കെ കിട്ടുമല്ലോ സ്റ്റേഷനൊക്കെ, അപ്പൊ എല്ലാവരും തന്നെ റേഡിയോയുടെ പാട്ടാണ് കൂടുതൽ ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ കാഴ്ചാപരിമിതര് പാടുന്നവരുമാണ്. അത് മ്യൂസിക് ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നന്നായിട്ട് പാടുന്നവരുമാണ്. അതിന്റെ പിന്നിൽ ആകാശവാണിയാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരിങ്ങനെ എപ്പോഴും ഇത് കേട്ടുകൊണ്ടാണല്ലോ, അവർക്ക് വേറെ കാഴ്ചപരമായിട്ടുള്ള ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകാശവാണി നല്ലൊരു തരത്തില് ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്, കാഴ്ചാപരിമിതരെ മൊത്തത്തിൽ എന്ന് ഞാൻ പറയുള്ളൂ. പാടാൻ പിന്നെ മറ്റു പ്രോഗ്രാമൊന്നും അത്ര അവർ ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷെ പാട്ട് അവർ നന്നായിട്ട് ആസ്വദിക്കും, പാടുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കൊച്ചിയിലെത്തി നിൽക്കുകയാണ്. കൊച്ചിയിൽ വരുന്നു, പിന്നെ ജീവിതം പിന്നെ എങ്ങനെയൊക്കെയാണ് മാറുന്നത്? ജീവിതം രണ്ടാം ഘട്ടം കൊച്ചിയിൽ വന്നപ്പോ കുട്ടികളൊക്കെ ആയി. മാരേജ് എപ്പോഴായിരുന്നു? മാരേജ് 98-ല് തിരുവനന്തപുരത്ത് വെച്ച്. രാജേഷ് കുമാർ. ഈ കുട്ടികളുടെ കാര്യങ്ങളിൽ അന്ന് ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ കാര്യങ്ങളിലൊക്കെ ഹസ്ബൻഡിന്റെ ഒരു നല്ല ഹെൽപ്പ് ഉണ്ട്. അവരെ ഡ്രസ്സ് ചെയ്യിക്കുന്ന കാര്യത്തിലും സ്കൂളിൽ വിടേണ്ട കാര്യത്തിലൊക്കെ. ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് അടുക്കളയിൽ. പുള്ളിയും സഹായിക്കും, പക്ഷെ എന്നിരുന്നാലും കൂടുതലും ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടികളുടെ കാര്യം മാത്രം പുള്ളി ഡ്രസ്സ് അയൺ ചെയ്യണതും ഒക്കെ അവര് തന്നെയായിരുന്നു. ചോറ് പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ. ഈ ജീവിത തിരക്കുകൾക്കിടയിലും ആകാശവാണിക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആകാശവാണി അവിടെ അടുക്കളയിൽ ഉണ്ടാവേ. അപ്പൊ കുട്ടികളൊക്കെ കേൾക്കുമോ? അപ്പൊ അമ്മ കേൾക്കുന്ന എന്തൊരു സാധനമാണ് എന്ന് അവര് ആലോചിക്കാറുണ്ടോ? അവര് ഞാൻ ഈ ചില പ്രോഗ്രാമൊക്കെ കേൾക്കുമ്പോ ചിരി വരുമല്ലോ, ചിരിക്കുമ്പോഴാണ് അവര് പറയുന്നത് എന്തിനാണ് അമ്മ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവര് ശ്രദ്ധിക്കുന്നത് ഇത് കേട്ടിട്ടാണല്ലോ. റേഡിയോ എപ്പോഴും അവിടെ ഒരു പുറകിലൊരു അല്ലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പുറത്ത് എപ്പോഴും ഉണ്ട്, പിന്നണിയിൽ എപ്പോഴും ഉണ്ട്. ഇപ്പൊ അവര് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാള് MBA കഴിഞ്ഞിട്ട് ഡൽഹിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ RM ആയിട്ട് വർക്ക് ചെയ്യണു. രണ്ടാമത്തെ ആള് ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് PGDCA കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ജോലി അന്വേഷണത്തിലാണ്. നിലവിൽ കൊച്ചിയിലുണ്ട്. അപ്പൊ നമ്മോടൊപ്പം ഇങ്ങനെ ഈ ഒരു റേഡിയോയും അല്ലെ റേഡിയോ കേൾക്കുന്ന ആ ശ്രോതാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ റേഡിയോയും നമ്മോടൊപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ജീവിതത്തിലെ പല മാറ്റങ്ങളിലും ആകാശവാണിയും അതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കേൾവിക്കാരി എന്ന നിലയിൽ എന്തൊക്കെയാണ് ആകാശവാണിയോട് പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാനുണ്ടോ? മാറ്റങ്ങൾ ഇപ്പോ ധാരാളം നമ്മൾ പഴയ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ ആകാശവാണി കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ല മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇത് നമുക്കിപ്പോ പലതരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്. ആളുകളൊക്കെ സ്ക്രീനിലേക്ക് ചുരുങ്ങുകയാണ് അല്ലെ. വിശാലമായ ഒരു ലോകത്ത് നിന്ന് ഒരു 6 ഇഞ്ച് സ്ക്രീനിലേക്ക് ഒതുങ്ങി പോവുകയാണ് പലരും. സ്ക്രീൻ അഡിക്ഷൻ എന്നൊക്കെയുള്ള പദം തന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലോകത്ത് എന്തുകൊണ്ട് ആളുകൾ ആകാശവാണി കേൾക്കണം അല്ലെങ്കിൽ റേഡിയോ കേൾക്കണം എന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? ഞാൻ പറയും തീർച്ചയായിട്ടും ആകാശവാണി തന്നെ കേൾക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോ ഒരു വീട്ടമ്മയും ഒരു ഉദ്യോഗസ്ഥയും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് കേൾക്കാനായിട്ട്. നേരെ മറിച്ച് TV കാണുകയാണെങ്കിലോ
മൊബൈൽ നോക്കുകയാണെങ്കിലോ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവാക്കണം. ഇത് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ആകാശവാണി നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അതിന് ചെവി കൊടുത്താൽ മാത്രം മതി, നമ്മുടെ വർക്കിനോടൊപ്പം അത് വന്നോളും. നേരെ മറിച്ച് മറ്റു മാധ്യമങ്ങൾ അങ്ങനെയല്ല. അതാണ് ആകാശവാണിയും മറ്റു മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്തായാലും വിജയകുമാരി പറഞ്ഞതുപോലെ എപ്പോഴും ശ്രോതാക്കളോടൊപ്പം ചേർന്നിരിക്കാനാണ് ആകാശവാണിയും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 90ന്റെ നിറവിൽ നിൽക്കുമ്പോഴും ആകാശവാണി മുന്നോട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയോയിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ മൊബൈൽ ഫോണിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആകാശവാണിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ് ആളുകൾക്ക് വേണ്ടത് അത് പ്രദാനം ചെയ്യുക, നല്ല നല്ല സിനിമാ പാട്ടുകൾ ഉൾപ്പെടെ അവർക്ക് കൊടുക്കുക എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളോട് ഇത്രയും നേരം ആത്മസഖി ആകാശവാണിയിൽ സംസാരിച്ചത് കെ വിജയകുമാരിയാണ്. ഇദ്ദേഹം ക്യുസാറ്റിൽ സെക്ഷൻ ഓഫീസറാണ്, ഒപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഒത്തിരി നന്ദി ഇവിടെ വന്നതിനും ഞങ്ങളോട് ഇത്രയും നേരം സംവദിച്ചതിനും. ആകാശവാണിയുടെ 90ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആകാശവാണി ആത്മസഖി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിന് കൊച്ചി ആകാശവാണി FM നിലയത്തിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.